ശരി, അപ്പൊ തുടങ്ങാം അല്ലേ? നമ്മൾ രാത്രി കാണുന്ന ആ വിചിത്രമായ സ്വപ്നങ്ങളില്ലേ, അതിന്റെയൊക്കെ പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നമ്മുടെ എല്ലാം ആ രാത്രിയിലെ സാഹസിക യാത്രകളുടെ രഹസ്യം നമുക്കിന്ന് കണ്ടുപിടിക്കാം. കേട്ടിട്ട് ചിരി വരുന്നുണ്ടല്ലേ? പക്ഷെ ഇത് ഒരാള് ശരിക്കും കണ്ട സ്വപ്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അർണോൾഡ് ഷ്വാസ്നഗർ നമ്മുടെ അടുക്കളയിലിരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നു. ഇതുപോലെ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് നമ്മളും സ്വപ്നം കാണാറുള്ളതല്ലേ? അപ്പോ ചോദ്യം ഇതാണ്, എവിടെന്നായി വല്ലാത്ത കഥകളൊക്കെ വരുന്നത്? എന്തിനാ നമ്മുടെ തലച്ചോറ് ഇങ്ങനത്തെ ഓരോരോ സീനുകളൊക്കെ ഉണ്ടാക്കുന്നത്? ഇതിനൊരു ശാസ്ത്രീയമായ ഉത്തരമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോ ഈ സ്വപ്നങ്ങളുടെ വിചിത്രമായ ലോകത്തേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ എല്ലാ രാത്രിയിലും ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കണം. അതൊരു യാത്ര പോലെയാണ്. നമ്മുടെ ഉറക്കത്തിന് ശരിക്കും പറഞ്ഞാൽ 4 സ്റ്റേജുകളുണ്ട്. ആദ്യം നമ്മൾ പതിയെ മയക്കത്തിലേക്ക് പോകും, പിന്നെ ഒരു ലൈറ്റുറക്കം, അത് കഴിഞ്ഞ് നല്ല ഗാഢനിദ്ര, അവസാനത്തേതാണ് നമ്മുടെ സ്വപ്നലോകം, അതായത് REM സ്ലീപ്പ്. ഓരോ 90 മിനിറ്റിലും ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഉറക്കം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ആദ്യത്തെ 3 ഘട്ടങ്ങളിലെ ആ സമയത്ത് നമ്മുടെ ശരീരം ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയ പോലെയാണ്. ഹൃദയമിടിപ്പ് കുറയും, ശരീരത്തിലെ ചൂട് കുറയും, തലച്ചോറ് അന്നത്തെ ഓർമ്മകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. ശരീരം സ്വയം റീപെയർ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നം കാണാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുകയാണ്. ശരി, അപ്പൊ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിഗൂഢമായ ആ അവസാന ഘട്ടത്തിലേക്ക് പോകാം. നമ്മുടെ സ്വപ്നങ്ങളുടെയൊക്കെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ ഒരു വിചിത്രമായ കാര്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ തലച്ചോറ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉള്ളതുപോലെ ഭയങ്കര ആക്റ്റീവായിരിക്കും, പുതിയ ലോകങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ ശരീരം ഏതാണ്ട് പൂർണ്ണമായും തളർന്ന അവസ്ഥയിലായിരിക്കും. എന്തിനാണെന്നറിയോ? നമ്മൾ സ്വപ്നത്തിൽ ഓടുമ്പോൾ യഥാർത്ഥത്തിൽ ഓടാതിരിക്കാൻ വേണ്ടി. ഇതിനെയാണ് സ്ലീപ്പ് അറ്റോണിയ എന്ന് പറയുന്നത്, ഒരു രക്ഷാകവചം പോലെ. അപ്പോ ഈ വിചിത്ര സ്വപ്നങ്ങളുടെയൊക്കെ രഹസ്യം എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറിലെ ലോജിക്കൊക്കെ തീരുമാനിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു മാനേജറെ പോലെ. ഈ മാനേജർ, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, സ്വപ്നം കാണുന്ന സമയത്തൊന്നും മയങ്ങും. അതുകൊണ്ട് പിന്നെ എന്ത് അസംബന്ധത്തിനും തലച്ചോറിലേക്ക് കടന്നുവരാം, ഒരു നിയന്ത്രണവുമില്ല. ഓക്കെ, അപ്പോ സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? ഇതിന് ശാസ്ത്രം പറയുന്ന ചില പ്രധാന കാരണങ്ങളുണ്ട്. നമുക്ക് നോക്കാം. പ്രധാനമായും 4 തിയറികളാണുള്ളത്. 1, ഓർമ്മകളെ അടുക്കി വെക്കാൻ. 2, നമ്മുടെ ഇമോഷൻസ് പ്രോസസ് ചെയ്യാൻ. 3, അപകട സാഹചര്യങ്ങളെ നേരിടാൻ ഒരു ട്രയൽ റൺ പോലെ. പിന്നെ 4-മത്തേത് പുതിയ ഐഡിയകൾ കണ്ടെത്താൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വപ്നം കാണുന്നത് വെറുതെയല്ല, നമ്മുടെ തലച്ചോറ് രാത്രിയിലും പണിയെടുക്കുകയാണ്. ഈ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന് ഒരു കിടിലൻ ഉദാഹരണമുണ്ട്. ഓഗസ്റ്റ് കെക്കുലെ എന്നൊരു കെമിസ്റ്റ് ബെൻസീന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, ഒരു പാമ്പ് അതിന്റെ സ്വന്തം വാലിൽ കടിക്കുന്നത്. ആ നിമിഷം അദ്ദേഹത്തിന് കത്തി, ബെൻസിലെ ഘടന ഒരു വളയം പോലെയാണെന്ന്. കണ്ടില്ലേ, ഉറക്കത്തിലും നമ്മുടെ തലച്ചോറ് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ എല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? ചിലരൊക്കെ പറയാറില്ലേ, എനിക്ക് സ്വപ്നമൊന്നും കാണാറില്ല എന്ന്. അതില് സത്യമുണ്ടോ? ഇവിടെയാണ് രസം. പഠനങ്ങൾ കാണിക്കുന്നതെന്താണെന്നാൽ, സ്വപ്നം കാണാറില്ല എന്ന് പറയുന്ന 80% ആളുകളെയും അവരുടെ REM ഉറക്കത്തിന്റെ സമയത്ത് എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ സ്വപ്നം കണ്ട കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥമെന്താ? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അത് മറന്നുപോകുന്നു, അത്രയുള്ളൂ. ഓക്കെ, അപ്പോ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഈ അറിവ് വെച്ച് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചില വലിയ മിഥ്യാധാരണകളെ നമുക്ക് പൊളിച്ചെടുക്കിയാലോ? ഏറ്റവും വലിയൊരു ചോദ്യം, സ്വപ്നങ്ങൾക്ക് ഭാവി പ്രവചിക്കാൻ പറ്റുമോ? നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രവചനമായി തെറ്റിദ്ധരിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില പാറ്റേണുകൾ തിരിച്ചറിയുന്നതാവാം. അല്ലെങ്കിൽ അത് വെറും കോയിൻസിഡൻസ്, അതായത് യാദൃശികത മാത്രമായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ നമ്മളെ പറ്റിക്കുന്നതുമാവാം, അല്ലാതെ അതൊരു പ്രവചനമല്ല. പണ്ടത്തെ ഒരു ഐഡിയ ഉണ്ട്, അതായത് നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും എന്തൊക്കെയോ രഹസ്യാർത്ഥങ്ങളുണ്ട്, നമ്മളത് വ്യാഖ്യാനിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ. ഫ്രോയിഡിന്റെ തിയറിയൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നത് അതല്ല. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് രാത്രിയിൽ ചെയ്യുന്ന പല ജോലികളുടെയും ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യാർത്ഥങ്ങളൊന്നും ഇല്ല.
അപ്പൊ പിന്നെ ഈ വിചിത്രമായ സ്വപ്നങ്ങൾക്ക് ഒരു അർത്ഥവുമില്ലേ? ഉണ്ട്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയണ്ടേ? അതിന്റെ ഒരേ ഒരർത്ഥം ഇതാണ്: നിങ്ങളുടെ തലച്ചോറ് വളരെ ഹെൽത്തിയാണ്, അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ക്രിയേറ്റീവുമാണ്. അതെ, ഒരു വിചിത്ര സ്വപ്നം കണ്ടാൽ അതിനർത്ഥം നിങ്ങളുടെ തലച്ചോറ് അതിന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോ ഇന്ന് രാത്രി നിങ്ങളുടെ തലച്ചോറ് എന്ത് കഥയായിരിക്കും നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്? ഒന്ന് കൗതുകത്തോടെ കാത്തിരുന്ന് നോക്കൂ.